ഇന്ത്യക്ക് മറ്റു പോംവഴികളില്ല. എന്നും ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് അയൽ രാജ്യമായ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ജനാധിപത്യത്തിൻ്റെ കാറ്റും വെളിച്ചവുമില്ലാതെ മതഭ്രാന്തിൻ്റെ കെടുതികൾ വാരിപ്പുതച്ച് ജീവിക്കുന്ന ഒരു ജനത, ഇസ്ലാം വിശ്വാസ സംഹിതയുടെ അന്തസത്ത മനസ്സിലാക്കാതെ ഇന്ത്യ വിരുദ്ധതയും വിനാശ പ്രവർത്തനവും നടത്തുന്നതിനാണ് എന്നും പാകിസ്ഥാൻ പിറവികൊണ്ട കാലം മുതൽ ശ്രമിക്കുന്നത്. കാശ്മീരിലെ പഹൽഗാമിൽ അപ്രതീക്ഷിതമായ നേരത്ത് പാകിസ്ഥാൻ ഭീകരവാദികൾ നടത്തിയ ആക്രമണം, അതിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർ, വിനോദസഞ്ചാരത്തിലൂടെ സ്വന്തം ജീവിതവൃത്തി കഴിക്കുന്ന ഒരു ജനതയുടെ എല്ലാ സ്വപ്നങ്ങളുമാണ് പട്ടാള വേഷത്തിലെത്തിയ ആ തീവ്രവാദി കൂട്ടങ്ങൾ ഇല്ലാതാക്കിയത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലുള്ള തീവ്രവാദി വിഭാഗത്തിൽ തദ്ദേശീയരും ഉണ്ടായിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് ജീവിക്കുകയും ആ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും സ്വസ്ഥതയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ഒരർത്ഥത്തിലും രാജ്യം സംരക്ഷിക്കേണ്ടതില്ല. ഇതുതന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ മനസ്സിനൊപ്പം നിൽക്കാൻ കാരണം. നദീജല കരാറുകൾ റദ്ദാക്കുക മാത്രമല്ല, അതിർത്തി അടയ്ക്കുക മാത്രമല്ല, സേനാ ഉപദേഷ്ടാക്കളെ പുറത്താക്കുക മാത്രമല്ല, ഈ വിനാശകാരികളായ മതതീവ്രവാദികളെയും ഭീകരവാദികളെയും ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇന്ത്യക്കെതിരെ ചിന്തിച്ച് ഇന്ത്യൻ മണ്ണിൽ നിലയുറപ്പിക്കുന്നവരെ ജനങ്ങൾ മനസ്സുകൊണ്ട് അകറ്റി നിർത്തുന്നതും അതുകൊണ്ടാണ്.